ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി വെജിറ്റബിൾ ബർഗർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബർഗറിന് വേണ്ടിയുള്ള മയോണൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വേണം. അതേപോലെ ബർഗർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ്. അങ്ങനെ മൊത്തം 10 മിനിറ്റിലൊരു ബർഗർ ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് എങ്ങനെ മയോണൈസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് ഒരു വെളുത്തുള്ളി എടുത്ത് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇടുക. അതിനുശേഷം അതൊന്ന് നന്നായി ക്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ നിറയെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ട മുഴുവനായിട്ട്, മുട്ടയുടെ വെള്ളയും മഞ്ഞയും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. ഇത് മുട്ട മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മയോണൈസാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം മുട്ട മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സി വെച്ച് ക്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സാധാ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ കുറച്ചായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ക്രഷ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. അപ്പം ഓയിൽ മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കാൻ പാടില്ല. അല്പാൽപമായി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓയിലിൻ്റെ അളവ് കൂടിയാൽ ഇത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്പം ഓയിൽ ചേർത്ത് മിക്സിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പാകം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് കറക്റ്റ് ഒരു ടൈറ്റായി വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ടൈറ്റായിട്ട് വരുന്നത് വരെ ഈ ഓയിലൊഴിച്ച് ക്രഷ് ചെയ്യുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് സമയം, ഒരു മിനിറ്റ് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള മയോണൈസ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ബർഗർ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി കക്കിരി, പിന്നെ കാബേജ്, ക്യാരറ്റ് എന്നിവ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ വേവിക്കാതെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് വളരെ ചെറിയ പീസായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ആവശ്യമായ അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി മയോണൈസിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് മയോണൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കടയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണെടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ബർഗറിന് പ്രത്യേകമായിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടാവുന്നതാണ്. ഇത് സാധാരണ ബണ്ണാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അല്പം മയോണൈസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും മുകളിലായി അല്പം മയോണൈസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ബർഗർ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ 5 ബർഗർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ഓരോന്നായി ചെയ്തെടുക്കുകയാണ്. വളരെ എളുപ്പമാണ്, 10 മിനിറ്റ് സമയം കൂടി ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ബർഗർ തയ്യാറാക്കാം. സ്റ്റൗ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റൗ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.